സ്വർഗലോകത്തേക്ക് എത്താനുള്ള വഴിയൊരുക്കുന്ന ഈ പ്രോഗ്രാം ജിനാൻ സ്വർഗലോകങ്ങൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം തന്നെ. ഈ പ്രോഗ്രാമിന് അത്യുധ്വാനം ചെയ്ത നമ്മുടെ സുഹൃത്തുക്കൾ, ഈ പ്രോഗ്രാമിന്റെ മെയിൻ സ്പോൺസേഴ്സായ പുനർജീവ ഹെയർ ഓയിൽ, എല്ലാവരുടെയും സതുദ്ദേശങ്ങൾ, സതുദ്യമങ്ങൾ അള്ളാഹു ജയിപ്പിക്കട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുമായി എല്ലാ ആഴ്ചയിലും ഇതേ സമയം ഒരു അരമണിക്കൂർ കുറച്ച് നല്ല ചിന്തകൾ പങ്കുവെക്കാൻ കിട്ടിയ ഈ അവസരം വലിയൊരു അനുഗ്രഹമായി കാണുന്നു. ഇത് ഒരുപാട് നാൾ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിന്റെ അന്ത്യപ്രവാചകർ. ഏറ്റവും കൂടുതൽ ഓപ്റ്റിമിസം, സമൂഹത്തിന് ശുഭപ്രതീക്ഷ വേണം, എപ്പോഴും പ്രതീക്ഷയിൽ ജീവിക്കണം എന്ന് പഠിപ്പിച്ച ഒരു പ്രവാചകനാണ്. ജീവിതത്തിൽ എപ്പോഴും സങ്കടങ്ങൾ മാത്രം പറയുന്നവരോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവലക്ഷണം പറയുന്നവരോ പിന്തിരിപ്പിക്കുന്നവരോ ഒരുപാട് കാണാൻ കഴിഞ്ഞേക്കും. നല്ല ഒരു പോസിറ്റീവ് എനർജി, മുമ്പോട്ട് നയിക്കാനും മുമ്പോട്ട് നടക്കാനുമുള്ള പ്രചോദനം നൽകുന്ന വാക്കുകളെ ഒരു സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാകാവൂ എന്ന് ജീവിതത്തിന്റെ ഒരുപിടി പാഠങ്ങളിലൂടെ പഠിപ്പിച്ച നബിയാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. തിരുനബിയുടെ അരികത്തെ അവർ അനുചരന്മാരോടൊപ്പം ഇരിക്കുന്ന ഒരു സദസ്സ് നമ്മൾ ഓർക്കുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് AD 7-ാം നൂറ്റാണ്ടിൽ തിരുമേനിയുടെ മുമ്പിൽ ഒരു അതിഥി വന്നിരിക്കുന്നു. അയാൾക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് പാല് കൊടുക്കണം. തങ്ങൾ ചോദിച്ചു, ആരാണ് ഇയാൾക്ക് ഈ ആടിനെ കറന്നു കൊടുക്കുന്നത്, ആരാണ്? ഒരാൾ എഴുന്നേറ്റ് വന്നു. നബി തങ്ങൾ ചോദിച്ചു, നിന്റെ പേരെന്താണ്? അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് മുറ. മുറ എന്ന അറബിയിൽ പറഞ്ഞാൽ കയ്പുള്ളത് എന്നാണ്. തങ്ങൾ പറഞ്ഞു, ഇനി അവിടെ ഇരിക്കേ, വേറെ ആരെങ്കിലും ഉണ്ടോ? സദസ്സിൽ വീണ്ടും ചോദിച്ചു, ആരെങ്കിലും ഇനി തയ്യാറുണ്ടോ? ഒരാൾ പറഞ്ഞു, നബിയെ ഞാനുണ്ട്, ഞാൻ റെഡിയാണ്. തങ്ങൾ ചോദിച്ചു, നിന്റെ പേരെന്താണ്? അയാൾ പറഞ്ഞു, എന്റെ പേര് ഹർബ് എന്നാണ്. ഹർബ് എന്ന അറബിയിൽ പറഞ്ഞാൽ യുദ്ധം എന്നാണ്. തങ്ങൾ പറഞ്ഞു, നീയും അവിടെ ഇരിക്കുക. ആയില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ സദസ്സിൽ? ഒരാൾ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, ഞാൻ നബിയെ. എന്താ പേര്? യഈഷ് എന്നാണ്. യഈഷ് എന്ന അറബിയിൽ പറയുമ്പോ ലിവിങ്, ജീവിക്കുന്നവൻ എന്നാണ് അർത്ഥം. തങ്ങൾ പറഞ്ഞു, നീയാണ് ആ പാല് കറക്കേണ്ടത് എന്ന്. അദ്ദേഹത്തെ ആ ഉദ്യമത്തിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ശുഭോദർക്കമായ, ഏറ്റവും നല്ല ശുഭപ്രതീക്ഷ നൽകുന്ന വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഒരടയാളമാണിത്. വിശുദ്ധ ഖുർആൻ തന്നെ അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ വലാ തഹിനു വലാ തഹ്സനു, നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെട്ട് കഴിയരുത്, നിങ്ങൾ ദുഃഖിതരായി ജീവിക്കരുത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ജീവിതം നാം ചിന്തിക്കുന്ന പോലെയല്ല. ഇതൊരു ഡ്രീം വേൾഡ് അല്ല, ഇത് റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെട്ട് കഴിയുകയോ സങ്കടപ്പെട്ട് ഇരിക്കുകയോ ചെയ്യല്ല. നിങ്ങൾക്കാണ് വിജയം. നിങ്ങൾക്ക് സ്രഷ്ടാവിൽ, നിങ്ങളുടെ സ്രഷ്ടാവിൽ പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ വിജയം നിങ്ങളോടൊപ്പമുണ്ട്. നമ്മൾ തിരുമേനിയുടെ ചരിത്രത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്ന ഒരു രംഗമുണ്ട്. തിരുമേനിയുടെ ജീവിതത്തിൽ നമ്മൾ മൈഗ്രേഷൻ എന്നോ അല്ലെങ്കിൽ ഹിജ്റ എന്നോ അറിയപ്പെടുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്ക് മാറി താമസിച്ച പ്രവാചകത്വ കരിയറിന്റെ സെക്കൻഡ് ഫേസ്, 2ാമത്തെ ഘട്ടമായിരുന്നു അത്. ഇസ്ലാമിക ചരിത്രം പഠിക്കുന്നവർക്കറിയാം, തിരുമേനി 13 വർഷം മക്കയിലും ലേറ്റർ 10 years in മദീന. ആ ഒരു 10 വർഷത്തെ 2ാം ഘട്ടത്തിലെ 10 വർഷമാണ് ഇസ്ലാമിക് എംപയറിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ ഹിജ്റ നടക്കുന്ന സമയം മക്കയിൽ സുരക്ഷിതമായി ജീവിക്കാൻ കഴിയാതെ സ്വന്തം അനുയായികൾ ബിംബാരാധകരായിരിക്കെ ബിംബാരാധന വർജിച്ച് ഏകദൈവ വിശ്വാസത്തിലേക്ക് വരണമെന്നും ദൈവം കണ്ണുകൊണ്ട് കാണപ്പെടാൻ കഴിയാത്തവനാണെന്നും അവൻ അദൃശ്യനാണെന്നും എന്നാൽ സർവശക്തനാണെന്നുമുള്ള ആ വിശ്വാസത്തെ തന്റെ ചുറ്റുപാടുള്ള മുഴുവൻ ആളുകളും എതിർത്തപ്പോ നാടുവിട്ടു ഓടുകയാണ്, പലായനം ചെയ്യുകയാണ്. അതിനിടക്ക് പ്രവാചകന്റെ തല കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം അവർ ഇനാം പ്രഖ്യാപിച്ചു. ഇന്നത്തെ നമ്മുടെ ഏറ്റവും വിലപിടിപ്പുള്ള വാഹനങ്ങളുമായി തുലനം ചെയ്യാം ഒരു ഒട്ടകത്തെ. 100 ഒട്ടകം ഇനാം പ്രഖ്യാപിച്ചു. ആ
ആ ഒട്ടകം കിട്ടുമോ എന്ന പ്രതീക്ഷയിൽ തിരുമേനിയെ തേടി പുറപ്പെട്ട ഒരു യോദ്ധാവ്, അദ്ദേഹം വഴി കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സൂത്രക്കാരനാണ്. സുറാഖ ഇബ്ൻ മാലിക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നബി തിരുമേനിയുടെ കൂടെ ആരാണുള്ളത്? സ്വന്തം കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവര് 3 ദിവസം ഒരു ഗുഹക്കകത്തിരിക്കുകയാണ്. ഗാർ സൗർ എന്നാണ് ഗുഹയുടെ പേര്. മക്കയിൽ പോകുന്ന ആളുകൾക്ക് ആ ഗുഹ ഇന്നും കാണാൻ കഴിയും. ഗാർ സൗറിൽ ഇരിക്കുമ്പോ തിരുമേനിയുടെ കൂടെ സ്വന്തം കൂട്ടുകാരൻ 60 വർഷത്തെ തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക കാലഘട്ടത്തിൽ പ്രവാചകർക്ക് ശേഷം ആദ്യത്തെ ഖലീഫയായ നബി തങ്ങളുടെ അനുയായിയും വിശ്വാസിയുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവര് ഗുഹക്കകത്ത് ഇരിക്കുമ്പോ ശത്രുക്കൾ ഇവരെ തേടി വരുന്നുണ്ട്. ഇവരെ തേടി വന്നു എന്ന് മാത്രമല്ല, ഗുഹയുടെ മുഖം നിൽക്കുന്നത് മേൽഭാഗത്തോട്ടും ഗുഹയുടെ ഉള്ളകം താഴോട്ടുമാണ്. അപ്പൊ ആളുകൾ അവിടെ വന്ന് നിൽക്കുന്നു, മേൽഭാഗത്ത് നിൽക്കുകയാണ്. തിരുമേനി അകത്തുണ്ട്, പക്ഷെ അവിടെ സ്പൈഡർ വെബ്, അവിടെ ഒരു വെബ് വിരിച്ചിരിക്കുകയാണ്. അപ്പൊ അവർ വിചാരിച്ചു ഒരിക്കലും ഒരു 8 കാലി നെയ്ത് വെച്ച ഒരു ഗുഹക്ക്, അതിന്റെ ഗുഹാമുഖത്ത് 8 കാലി വലയുണ്ടെങ്കിൽ തീർച്ചയായും അകത്ത് ആളുണ്ടാവില്ലല്ലോ. അങ്ങനെ അവർ ചുറ്റും നോക്കുകയാണ്, എവിടെയായിരിക്കും ഇവര് ഒളിച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയെ, കണ്ടില്ലേ അവരുടെ കാലുകൾ? അവരെ കാൽഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളെ കാണും. നബി ഞങ്ങൾ പതിഞ്ഞ സ്വരത്തിൽ സിദ്ദീഖ് എന്നവരോട് പറയാൻ, അബൂബക്കറെ, മാ വന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. നമ്മൾ 2 പേരാണ് ഇവിടെ എന്ന് ഓർക്കുന്നുണ്ടോ സിദ്ദീഖ്? നമ്മൾ 2 പേരല്ല, നമ്മളോടൊപ്പം 3-ാമനായി ഒരുത്തനുണ്ടല്ലോ. അള്ളാഹു ഉണ്ട്, സൃഷ്ടാവുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നാം ഒറ്റക്കല്ല, നാം 3 പേരാണ്. അള്ളാഹു കൂടെ ഉള്ളപ്പോ എന്തിന് പേടിക്കണം സിദ്ദീഖ്? ആ ഒരു വാക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി കൈമാറുകയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. അവിടെ ശത്രുക്കൾ അവരെ കണ്ടില്ലെന്ന് മാത്രമല്ല, അവരുടെ തൊട്ട് മുമ്പിൽ ഉണ്ടായി നിന്നിട്ട് പോലും ഒന്ന് നോക്കാൻ, സ്വാഭാവികമായും ഒന്ന് അകത്തുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു തോന്നൽ പോലും അവർക്കുണ്ടായില്ലെന്നാണ്. അങ്ങനെ അവർ തിരിഞ്ഞ് ശത്രുക്കൾ അവരുടെ വഴിക്ക് പോയി. നബി തിരുമേനിയും സിദ്ദീഖ് എന്നവരും മരുഭൂമിയുടെ വീണ്ടും യാത്ര പോവുകയാണ്. സുറാഖ ബിൻ മാലിക് നബിയെ കണ്ടു. അവരൊട്ടകപ്പുറത്താണ്, നിരായുധരാണ്. കാരണം ജന്മനാട് വിട്ട് രക്ഷപ്പെട്ടു ഓടുകയാണ്. നബി തിരുമേനിയുടെ എല്ലാ വിശ്വാസികളായ അനുയായികളും നബിതങ്ങൾക്ക് മുമ്പേ, ഒരാഴ്ച മുമ്പേ, 2 ആഴ്ച മുമ്പേ മദീനയിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞവരാണ്. നബിയുടെ കൂടെ പ്രൊട്ടക്ഷൻ ഇല്ല, ബോഡി ഗാർഡുകളില്ല, ഒറ്റയ്ക്കാണ്. ഒരു കൂട്ടുകാരൻ മാത്രമേ ഉള്ളൂ, ഒരു ഗൈഡും. സുറാഖ ബിൻ മാലിക് നേരെ പിറകിലെത്തി. ഇതൊരു അത്ഭുത സംഭവമാണ്. എല്ലാ പ്രവാചകന്മാർക്കും മിറക്കിൾ സംഭവിച്ചത് നമുക്കറിയാം. പ്രവാചകനായ ഈസാ നബി അലൈഹിസ്സലാം, നമ്മുടെ സുഹൃത്തുക്കൾ യേശുക്രിസ്തു എന്ന് പറയുന്ന പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം, പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം, ഇവർക്കൊക്കെ മിറക്കിൾസ് ഉണ്ടായിട്ടുണ്ട്, അത്ഭുത സിദ്ധികൾ ഉണ്ടായിട്ടുണ്ട്. നബി തിരുമേനിയെ ആക്രമിക്കാൻ വന്ന സുറാഖ ബിൻ മാലിക്കിന്റെ കുതിര നബിയെ വെട്ടാൻ വാളോങ്ങിയപ്പോഴേക്കും ഭൂമിയിലേക്ക് താഴുന്നത് കണ്ടപ്പോഴാണ് അയാൾ നിലവിളിച്ച് ചോദിച്ചത്, എന്നെ രക്ഷപ്പെടുത്തുമോ, എന്നെ രക്ഷപ്പെടുത്തുമോ? നബി തിരുമേനി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോന്നോളൂ എന്ന്. സുറാഖ വീണ്ടും ആലോചിച്ചു, എന്റെ മുമ്പിൽ കിടക്കുന്നത് 100 ഒട്ടകമാണ്. ഈ ചാൻസ്, ഇതൊരു ഗോൾഡൻ ചാൻസ്, ഇത് ഐ ഷുഡ് നെവർ മിസ് ഇറ്റ്. വീണ്ടും ശക്തി സംഭരിച്ചുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, ഒരു അറ്റംപ്റ്റ് കൂടെ, ഒരു ശ്രമം കൂടെ ആവാം. നബി തിരുമേനിയുടെ അരികത്ത് പിന്നിൽ ചെന്ന് തന്റെ കുതിരപ്പുറത്ത് നിന്ന് വാളോങ്ങിയതേയുള്ളൂ, കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആഴുകയാണ്. വീണ്ടും നിലവിളിച്ചു, എന്നെ സഹായിക്കണേ, എന്നെ സഹായിക്കണേ. നബി തിരുമേനിക്കറിയാം തന്റെ ശത്രുവാണത്, തന്നെ കൊല്ലാൻ വരുന്ന ആളാണ്, കയ്യിൽ വാളുണ്ട്, മക്കക്കാരനാണ്, തന്നെ ചേസ് ചെയ്യുകയാണ്, തന്റെ തല കൊണ്ടുപോകാൻ വന്നവരാണ്, ഇതെല്ലാം അറിയാം. പക്ഷേ തന്റെ ആ ശത്രുവിന് മാപ്പ് കൊടുത്തു തിരുനബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, ഈ ചരിത്രത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗം വരുന്നത് 3-ാം തവണയും അയാൾ ഒരു അറ്റംപ്റ്റ് ചെയ്ത് ഒരിക്കലും ഇനി ഈ പ്രവാചകനെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ സാധ്യമല്ല, ഇത് ദിവ്യമായൊരു ഇടപെടൽ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അങ്ങയിൽ വിശ്വാസം തോന്നുന്നു, എനിക്ക് അങ്ങയുടെ ആശയം വിശ്വസിക്കണമെന്ന് തോന്നുന്നു, എനിക്ക് മുസ്ലിം ആവണം. നബി തിരുമേനി അതിന്റെ വചനങ്ങൾ ചൊല്ലിക്കൊടുത്തു. നബി തിരുമേനി ഇദ്ദേഹത്തോട് പറയുന്ന വാക്ക് കേൾക്കണം. സുറാഖ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു, സുറാഖ, എങ്ങനെയുണ്ടായിരിക്കും സുറാഖ, നിങ്ങളുടെ കൈകളിൽ കിസ്റ രാജാവിന്റെ ആഭരണങ്ങൾ നിങ്ങളുടെ കൈകളിൽ ചാർത്തപ്പെടുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും ആ ദിവസം? ഒന്ന് ഓർത്തു നോക്കണേ. സുറാഖ ചോദിച്ചു, നബി തിരുമേനി, അങ്ങ് പറയുന്നത് പേർഷ്യയുടെ ഭരണാധികാരി കിസ്റ ബിൻ ഹുർമുസിനെ സംബന്ധിച്ചാണോ? ഹുർമുസിന്റെ മകൻ കിസ്റയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? നബി തിരുമേനി പറഞ്ഞു, അതെ, തീർച്ചയായും.
കാരണം അന്ന് ലോകത്തെ 2 എംപയേഴ്സാ ഉള്ളത്. ഒന്ന് പേർഷ്യൻ ഭരണകൂടമാണ്, മറ്റേത് റോമൻ ഭരണകൂടമാണ്. ഇത് രണ്ടും വലിയ സാമ്രാജ്യങ്ങളാണ്. ഈ 2 വലിയ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വരുമെന്നും അവരിൽ വിശ്വാസികൾ ഉണ്ടാകുമെന്നും അവരുടെ ഭരണാധികാരം ഇസ്ലാമിലേക്ക് കൈമാറപ്പെടുമെന്നുമുള്ള വലിയൊരു ശുഭാപ്തി വിശ്വാസം എന്ന് മാത്രമല്ല, സംഭവിക്കാൻ പോകുന്ന ചരിത്ര വസ്തുതകളെ കാലങ്ങൾക്ക് പിറകെ നിന്ന് നോക്കിക്കാണുന്ന നബി തിരുമേനിയുടെ ആ ഒരു കാഴ്ചപ്പാട് സുറാഖ് ചിന്തിച്ചു പോവുകയാണ്. ഈ പ്രവാചകന്റെ ഒരു അത്ഭുതം, സ്വന്തം ജന്മനാട്ടിൽ നിന്ന് ഒളിച്ചോടി രക്ഷപ്പെടുകയാണ്. കൂട്ടുകാരില്ല സംരക്ഷിക്കാൻ, ബോഡിഗാർഡുകൾ ആരുമില്ല. എന്നിട്ട് ഈ പ്രവാചകൻ എന്നോട് പറയുന്നത്, സുറാഖ ബിൻ മാലിക്കിനോട് പറയുന്നത്, കിസ്റ ബിൻ ഹുർമുസിന്റെ ആഭരണങ്ങൾ എന്റെ കൈകളിൽ ചാത്തപ്പെടുമെന്നോ? അദ്ദേഹം പറഞ്ഞു, നബി തിരുമേനിയല്ലേ? ഞാൻ ആ വാക്കുകൾ സ്വീകരിച്ചു. വർഷങ്ങൾക്ക് ശേഷം നബി തിരുമേനി പോലും ലോകത്തോട് വിട പറഞ്ഞ് 10-12 വർഷങ്ങൾക്ക് ശേഷമാണ് കിസ്റ ഭരണകൂടം ഇസ്ലാമിലേക്ക് വരുന്നതും കിസ്റയുടെ ആഭരണങ്ങൾ അന്നത്തെ ഭരണാധികാരി നബി തിരുമേനിയുടെ അനുയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. ഈ സന്ദർഭം നമ്മൾ ഓർക്കേണ്ടത് നബി തിരുമേനിയുടെ ജീവിതത്തിലെ ഓപ്റ്റിമിസമാണ്, ശുഭാപ്തി വിശ്വാസം. എല്ലാം നന്നാവും, എല്ലാം ശുഭമായിട്ട് വരും, ഇസ്ലാം വിജയത്തിലേക്ക് എത്തും. അവിടുന്ന് പറയുമായിരുന്നു, ബദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബ. ഇസ്ലാം ആരംഭിക്കുന്നത് വിചിത്രമായിട്ടാണ്. കാരണം എല്ലാവരും കള്ളു കുടിക്കുന്ന ഒരു സംസ്കാരത്തിൽ മദ്യപിക്കാത്ത ഒരു കൂട്ടം ആളുകൾ, അവർ മൈനോറിറ്റിയാണ്. എല്ലാവിധ വേണ്ടാത്തതും ചെയ്യുന്ന ഒരു സമൂഹത്തിനിടയിൽ വേറിട്ട് ജീവിക്കുന്ന ഒരു ന്യൂനപക്ഷം, അത് തീർച്ചയായും ഒരു സംതിങ് ഓഡ്, ഒരു വിചിത്രമായിട്ട് തോന്നും, സ്വാഭാവികമാണ്. തിരുമേനി പറഞ്ഞു, എങ്കിൽ തന്നെയും ഈ വിശ്വാസവും ഈ ദർശനവും ലോകത്ത് വിജയിക്കുകയും ലോകത്ത് സൂര്യോദയം നടക്കുന്ന പ്രപഞ്ചത്തിന്റെ എല്ലാ മുക്കുമൂലയിലും ഈ വിശ്വാസം എത്തുക തന്നെ ചെയ്യുമെന്ന് അന്ന് കഷ്ടപ്പാടിന്റെ കാലത്ത് ശുഭാപ്തി വിശ്വാസത്തോടെ പറഞ്ഞ നബിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികളായ ആളുകളോട് അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരാൾ മരിച്ചുപോയാൽ മരണം സ്വാഭാവികമാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ ബന്ധുക്കളിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ സ്നേഹിതരിൽ മരണം സംഭവിച്ചു, നമുക്ക് തന്നെയും. പക്ഷേ ഇസ്ലാമിൽ ദുഃഖാചരണത്തിന് ഒരു പരിധി വെച്ചിട്ടുണ്ട്. ദുഃഖാചരണം എത്ര ദിവസമാവാം? ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നബി തിരുമേനിയുടെ ഏറ്റവും കണിശമായ നിലപാട് 3 ദിവസമേ ദുഃഖമാചരിക്കാവൂ എന്നാണ്. 3 ദിവസം കഴിഞ്ഞാൽ ദുഃഖാചരണം മതിയാക്കണം. കാരണം സങ്കടപ്പെട്ടിരിക്കാനുള്ളതല്ല, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, പ്രതിസന്ധികളെ തരണം ചെയ്യണം. അതുകൊണ്ട് എല്ലാ ശുഭോദർക്കമായ വിഷയങ്ങളും നബി തിരുമേനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. അറബ് സംസ്കാരത്തെ കുറിച്ച് അറിയാം, വളരെ കൂടുതൽ സൂപ്പർസ്റ്റിഷ്യൻസ്, അന്ധവിശ്വാസങ്ങൾ ഒരുപാട് നിലനിന്നിരുന്നൊരു കാലമാണ്. അറബികൾക്കൊരു സംസ്കാരം ഉണ്ടായിരുന്നു. അവര് യാത്ര പുറപ്പെടുമ്പോ ഒരു പക്ഷി ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ലെഫ്റ്റിലോട്ട് പറക്കുകയാണെങ്കിൽ അവര് പറയും, ഇന്നത്തെ ദിവസം തീരെ ശരിയില്ല, ഇന്ന് യാത്ര മതിയാക്കാമെന്ന് പറയും. ഒരു പക്ഷി വലതുഭാഗത്ത് ആദ്യം കാണുന്ന പക്ഷി യാത്ര പുറപ്പെടുമ്പോ ആ യാത്രികൻ ഒരു പക്ഷിയെ കാണുമ്പോ ആ പക്ഷി ആദ്യമായി കാണുന്ന പക്ഷി വലതുഭാഗത്തേക്ക് പറക്കുകയാണെങ്കിൽ അവർ പറയും, ഓ ഇത് നല്ല ദിവസമാണ്, നമുക്ക് യാത്ര തുടരാം. നബി തിരുമേനി പറഞ്ഞു, അതിലൊന്നും ഇരിക്കുന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ ഏത് വിഷയവും ദൈവനാമത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ ഉച്ചരിച്ച് പുറത്തിറങ്ങുന്നുവോ അവിടെ വിജയമുണ്ട്. നമ്മൾ പറയും ചിലപ്പോ ചൊവ്വ ദോഷം എന്നൊക്കെ. സ്വാഭാവികമായും ചൊവ്വാഴ്ച ദിവസം പലതും പല ആളുകളും മാറ്റിവെക്കാം, അത് ചൊവ്വാഴ്ച ദിവസമല്ലേ. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അങ്ങനെയില്ല. പ്രഭാത പ്രാർത്ഥനയായ സുബഹി നിസ്കാരം നിർവഹിച്ച് വീട്ടിൽ നിന്ന് ദൈവനാമം ചൊല്ലി ദിക്റുകൾ ചൊല്ലി പുറത്തിറങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയം എല്ലാം പുണ്യം തന്നെയാണ്. നബി തിരുമേനി അങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത്. നല്ലത് കേൾക്കാനും നല്ലത് പറയാനും ശുഭാപ്തി വിശ്വാസത്തോടെ ജീവിക്കാനുമാണ് ഇഷ്ടപ്പെടുന്നത്. ചില പേരുകൾ അവർ മാറ്റം വരുത്തിയിട്ടുണ്ട്, അത് വളരെ കൗതുകരമാണ്. അറബുകളിൽ ഒരു വിചിത്രമായൊരു സംഗതി, എപ്പോഴും മരുഭൂമിയിൽ ജീവിക്കുന്ന ആളുകൾ അറബികൾ. നമുക്കറിയാം മരുഭൂമി രക്ഷപ്പെടുന്ന ഇടമല്ല, പക്ഷേ അവർ മരുഭൂമിക്ക് വെച്ച പേരുകളിൽ ശതക്കണക്കിന് പേരുകളുണ്ട് മരുഭൂമിക്ക്. അതിനവർ വെച്ച ഒരു പേര് മഫാസ എന്നാണ്. മഫാസ എന്ന അറബിയിൽ പറഞ്ഞാൽ വിജയിക്കുന്ന സ്ഥലം എന്നാണ്. പക്ഷേ മരുഭൂമി എന്നത് സാധ്യതയില്ലാത്ത സ്ഥലമാണ്. ഒരാൾ പരാജയപ്പെട്ടു നഷ്ടപ്പെടുകയോ വഴിതെറ്റിപ്പോവുകയോ ചെയ്യുന്ന ഒരു സ്ഥലത്തിന് വിജയിക്കുന്ന സ്ഥലം എന്നവർ പേര് വെച്ചത് മരുഭൂമിയിലെങ്ങാനും വല്ലവനും പെട്ടുപോയാൽ രക്ഷപ്പെടട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തിനാണ്. നബി തിരുമേനി ആ വാക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. പാമ്പ് കടിക്കുന്ന ആൾക്ക് അറബിയിൽ സലീം എന്ന് പറയും. സത്യത്തിൽ പാമ്പ് കടിയേറ്റ ആൾക്ക് പ്യൂർ അറബിക്കിൽ ലദീഖ് എന്നാണ് പറയാ, പാമ്പ് കടിയേറ്റവൻ. പക്ഷെ സലീം എന്ന് പറഞ്ഞാൽ പലർക്കും നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് സലീം എന്ന പേരുണ്ടാവും. സലീം എന്ന് പറഞ്ഞാൽ സുരക്ഷിതൻ എന്നാണ്.
സംരക്ഷിതൻ എന്നാണ്, എപ്പോഴും സേഫായി നിൽക്കുന്ന ആളെന്നാണ്. പക്ഷെ പാമ്പ് കടിയേറ്റ ആൾക്ക് സലീം എന്ന് പറയാറുണ്ട് അറബിയിൽ. എന്തിന്? ആ വിഷമേറ്റ് ഇയാൾ മരിക്കാതിരിക്കട്ടെ, ഇയാൾക്ക് രക്ഷ കിട്ടട്ടെ എന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിനാണ്. നബിതിരുമേനിയുടെ മുമ്പിൽ ഒരുപിടി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായി. ഒരാൾ പറഞ്ഞു എന്റെ പേര് ഷിഹാബ് എന്നാണെന്ന് പരിചയപ്പെടുത്തി. ഷിഹാബ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്നാണ്. അത് ഒരല്പം തീയുമായി ബന്ധപ്പെട്ടതാണല്ലോ, അതിന്റെ ശാസ്ത്രീയ വശമല്ല നാം വിശദീകരിക്കുന്നത്. ഷിഹാബ് എന്ന പേര് കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഷിഹാബ് അല്ല, നിന്റെ പേര് ഹിഷാം എന്നായിരിക്കട്ടെ, ഏറ്റവും നല്ല വെളിച്ചവും ശോഭയുമുള്ള ഒരു പേരായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഷിഹാബിനെ ഹിഷാം എന്നാക്കി മാറ്റിയിട്ടുണ്ട് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു സഹാബി വന്നു, അനുചരൻ വരുന്നു, പേരെന്താണ്? പറഞ്ഞു സ്വഅബ്. സ്വഅബ് എന്ന് പറഞ്ഞാൽ ഹാർഡ് എന്നാണ്, വളരെ റഫ് ആൻഡ് റൂഡ്, ഹാർഡായ ആളെന്നാണ്. നബി തിരുമേനി പറഞ്ഞു അല്ല, നിങ്ങളുടെ പേര് സഹൽ എന്നാണ്. സഹൽ എന്ന് പറഞ്ഞാൽ ഈസ് എന്നാണ്, ഈസി, വളരെ എളുപ്പം, വളരെ സാവകാശം, വളരെ വിജയം ലഭിക്കുന്ന ഒരു നല്ല വാക്കാണ് സഹൽ. നിങ്ങൾ എളുപ്പമാവട്ടെ എല്ലാം നിങ്ങൾക്ക്. അദ്ദേഹം പറഞ്ഞു ഞാൻ ഇഷ്ടപ്പെടുന്ന നബിയെ. നബി തിരുമേനിയുടെ മുമ്പിൽ വേറെ ഒരാൾ വരുന്നു, അദ്ദേഹത്തിന്റെ തറവാടിന്റെ പേര് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്റെ തറവാടിന്റെ പേര് ബനു ജനിയ എന്നാണ്. ബനു ജനിയ എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിൽ ജനിച്ച മക്കൾ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നബി തിരുമേനി പറഞ്ഞു ഒരിക്കലുമല്ല, നിങ്ങൾ ബനി റുഷ്ദ, ഏറ്റവും നല്ല സംസ്കാരമുള്ളവരുടെ മക്കൾ എന്നാക്കി ആ കുടുംബത്തിന്റെ പേര് നിങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു താഴ്വരയിലൂടെ നടന്നു പോകുമ്പോ തങ്ങൾ ചോദിച്ചു ഈ പ്രദേശത്തിന്റെ പേരെന്താണ്? പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ ചുറ്റുപാടുകളൊക്കെ പല പേരുകളും കാണാം. ചിലതൊക്കെ വളരെ തമാശ തോന്നുന്ന പേരുകൾ കണ്ടേക്കാം, ചില പ്രദേശങ്ങൾക്കിടുന്ന പേരുകൾ. അന്ന് അവർ പറഞ്ഞത് വാദി ദലാല എന്നാണ് ഈ വാക്കിന്റെ ഈ പ്രദേശത്തിന്റെ പേര്, വാദി ദലാല. വാദി ദലാല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന താഴ്വര എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. യാത്രക്കാരനും വഴിതെറ്റി പോവാൻ ഇഷ്ടപ്പെടുന്നില്ലല്ലോ, വഴി കണ്ട് നടക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, വഴി കാണാനാണ് ആഗ്രഹിക്കുന്നത്. തങ്ങൾ പറഞ്ഞു ഈ പ്രദേശത്തിന്റെ പേര് നമുക്ക് മാറ്റിക്കളയാം, അതിന്റെ പേര് വാദി ഹുദ, സന്മാർഗത്തിന്റെ താഴ്വര എന്നായിരിക്കട്ടെ എന്ന് തങ്ങൾ ആ പേര് മാറ്റിക്കൊടുക്കുകയാണ്. ഈ രീതിയിൽ നമ്മെ നന്മ ചിന്തിപ്പിക്കുകയും എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ മനക്കരുത്തോടുകൂടെ പ്രാർത്ഥന ചൊല്ലി മുമ്പോട്ടായുകയും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ നേരിടുകയും ചെയ്ത് ഒരിക്കലും പിന്തിരിയരുത് എന്ന ആശയം നബി തിരുമേനിയുടെ ജീവിതത്തിൽ ഒരുപാട് കാണാൻ കഴിയും. നമുക്കറിയുമോ, നബി തിരുമേനി എപ്പോഴും അവിടുത്തെ ബയോഗ്രഫി വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക ലോകത്തെ പ്രസിദ്ധമായ ഒരു ഹദീസിന്റെ നബി തിരുമേനിയുടെ വചനങ്ങളുടെ, നബി തിരുമേനിയുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻസ് വിശദീകരിച്ച ഒരു ഹദീസിന്റെ ഗ്രന്ഥമുണ്ട്, ഷമാഇൽ അത്തിർമിദി എന്നാണ് അതിന്റെ പേര്. നബിയുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ നമുക്ക് പറയാം. ഒരു ആർട്ടിസ്റ്റിന്റെ കയ്യിൽ നബി തിരുമേനിയുടെ കണ്ണെങ്ങനെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അവിടുത്തെ ചുണ്ടുകൾ എങ്ങനെയായിരുന്നു, മൂക്ക് എങ്ങനെയായിരുന്നു, ഹൈറ്റ് എത്രയായിരുന്നു, നിറം എങ്ങനെയായിരുന്നു, തലമുടി എങ്ങനെയായിരുന്നു, താടിയിലും മുടിയിലും എത്ര രോമം നരച്ചുപോയി, ഇതെല്ലാം കൃത്യമായും അതിസൂക്ഷ്മമായും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ. ഒരു ആർട്ടിസ്റ്റിന് കൊടുത്താൽ വളരെ ഭംഗിയായിട്ട് വരക്കാൻ പറ്റും. പക്ഷേ ഒരു പ്രവാചകനെയും വരച്ചുകൂടെന്നും ഒരു പ്രവാചകനായിട്ടും അഭിനയിച്ചുകൂടെന്നും അള്ളാഹുവിന്റെ നിയമമുള്ളത് കൊണ്ടാണ് മുസ്ലിമീങ്ങൾ അത് ചെയ്യാത്തത്, അത് ചെയ്യാൻ പാടില്ലാത്തതുമാണ്. നബി തിരുമേനിയുടെ ജീവിതം വിശദീകരിച്ച ഗ്രന്ഥമാണ് ഷമാഇൽ തുർമുദി. അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷകളുണ്ട്, അറബിയിലാണ് അതിന്റെ ഒറിജിൻ കിടക്കുന്നത്. ഇമാമുൽ തുർമുദി എന്ന് പറയുന്ന സുനൻ രേഖപ്പെടുത്തിയ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ എഴുതിയതാണ് ആ ഗ്രന്ഥം. അതിൽ നബി തിരുമേനിയെ വിശദീകരിച്ചത് കാന ദാഇമൽ ബിശ്രി, നബി തങ്ങൾ ഹി വാസ് എവർ സ്മൈലിംഗ്, എപ്പോഴും പുഞ്ചിരിയായിരുന്നു എന്നാണ്. നമ്മൾ വിചാരിക്കും എല്ലാം സന്തോഷത്തിൽ കഴിയുന്ന ഒരാൾക്ക് പുഞ്ചിരിച്ചുകൂടെ എന്ന്. അല്ലായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പാട് മാത്രം അനുഭവിച്ചു മരിച്ചവരാണ് നബി തിരുമേനി എന്ന് ഓർക്കണം. ജീവിതത്തിൽ നിന്ന് യാത്ര പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു മത നേതാവാകുമ്പോൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന കാണും. അല്ല, സ്വന്തം വീട്ടുകാർക്ക് ബാർലിയുടെ, അന്ന് ഗോതമ്പ് ലഭിക്കാത്തത് കൊണ്ട് ബാർലി വാങ്ങിക്കാൻ വേണ്ടി താൻ ഉപയോഗിച്ചിരുന്ന ഒരു ആയുധം, ഒരു വാള്, അന്ന് അറബികൾ സ്വാഭാവികമായും ആയുധം കൈവെക്കുന്നവരാണ്. അന്നത്തെ സാഹചര്യങ്ങൾ പഠിക്കുന്നവർക്കറിയാം. അത് പണയപ്പെടുത്തിയിട്ട്, പലിശക്കല്ല പണയപ്പെടുത്തിയിട്ട് അതിന് പകരം ബാർലി വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ അവസ്ഥയിലാണ് നബി തിരുമേനി ലോകത്തോട് വിട പറയുന്നത്. സമ്പാദ്യം ഒന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല 7 മക്കളുണ്ടായിരുന്നു നബി തിരുമേനിക്ക്. 7 മക്കളിൽ 6 മക്കളെയും സ്വന്തം കൈകൊണ്ട് ഖബറിലേക്ക് വെച്ചുകൊടുത്ത ഒരു ഉപ്പയാണ് നബി തിരുമേനി എന്ന് ഓർക്കണം. നമ്മൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു കുഞ്ഞ് മരിച്ചിരിക്കാം, ഒരു ഉപ്പ മരിച്ചിരിക്കാം, ഒരു ഉമ്മ മരിച്ചിരിക്കാം.
മക്കളിൽ എല്ലാവരും മരിച്ചുപോയ ഒരവസ്ഥ, വാപ്പ മാത്രം ബാക്കിയാവുന്നത്. നബിതിരുമേനിയുടെ 7 മക്കളിൽ ഒരു മോളൊഴികെ, ഫാത്തിമ എന്ന മോളൊഴികെ ബാക്കി എല്ലാ മക്കളും നബിതിരുമേനി ജീവിച്ചിരിക്കെ മരിച്ചുപോയവരാണ്. ആൺമക്കൾ ആരും 2 വയസ്സിനപ്പുറത്തേക്ക് ജീവിച്ചില്ല. പെൺമക്കൾ കല്യാണം കഴിഞ്ഞിരുന്നു, പക്ഷേ അവർ നേരത്തെ മരിച്ചുപോയവരാണ്. ആ മക്കളെ മുഴുവനും ഖബറിലേക്ക് വെച്ചുകൊടുത്ത ഒരു ഉപ്പയാണ് നബിതിരുമേനി. എന്നിട്ട് പോലും ഖാന ദാഇമൽ ബിശ്രി, എപ്പോഴും പുഞ്ചിരിക്കുമായിരുന്നു. നബിതിരുമേനിയുടെ ശൈലിയാണത്. അതുകൊണ്ട് തന്നെ അവര് പറയുമായിരുന്നു, വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ, ദാനം ചെയ്യാൻ കാശ് തന്നെ വേണമെന്നില്ലല്ലോ. ഒരാളെ സഹായിക്കണമെങ്കിൽ കാശ് കൊടുത്തുകൊണ്ട് തന്നെ സഹായിക്കണമെന്നില്ല. വതബസ്സുമുക ലി അഖീക ലക സദഖ, നിന്റെ കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി നീ ഒന്ന് പുഞ്ചിരിക്കുന്നത് ദാനമാണ് എന്ന് പഠിപ്പിച്ചു നബിതിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് തോന്നാറുണ്ട്, നമ്മൾ മലയാളികളൊക്കെ എപ്പോഴും ടെൻഷൻ അടിച്ച് മുഖത്ത് വല്ലാത്ത ഒരു ഭാവത്തിലാണ്. ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഭാവി സങ്കടങ്ങളും ഭാവി പ്രതിസന്ധികളും ആലോചിച്ചുകൊണ്ട് ഇപ്പോഴേ മുഖപ്രസന്നതയില്ലാതെ പുഞ്ചിരിക്കാതെ നടക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. എന്തിനാണാവോ ഈ പുഞ്ചിരിക്കാതെ നടക്കുന്നത്? പ്രതിസന്ധികൾ ഇല്ലാത്തവരാരാണ്? പ്രയാസങ്ങളില്ലാത്തവരാരാണ്? ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇല്ലാണ്ടിരിക്കുമോ? തീർച്ചയായും ഇല്ല. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും പ്രയാസവും അനുഭവിച്ച ഒരു പ്രവാചകൻ ഖാന ദാഇമൽ ബിശ്രി, അവർ എപ്പോഴും പുഞ്ചിരിക്കുന്നവരായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു നല്ല പാഠമാണ്. എപ്പോഴും പുഞ്ചിരിക്കുന്നത് ഒരുപാട് ദാനമാണ്. ഒരുപാട് ആളുകളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കൊളീഗ്സിനോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് ഒന്ന് പുഞ്ചിരിക്കാൻ സാധിച്ചാൽ എത്ര നന്മയാണ് ഒരു ദിവസം നമ്മൾ ചെയ്തു കൂട്ടുന്നത്. അതും നമുക്ക് പൈസക്ക് ചെലവില്ല, അധ്വാന ചെലവില്ല, വളരെ സുന്ദരമായി ഒരുപാട് നന്മകൾ ലഭിക്കുകയും ചെയ്യും. പുഞ്ചിരിക്കുന്ന ഒരാളെ കാണുമ്പോഴേക്കും കാണുന്ന ആൾക്ക് സന്തോഷം നൽകുകയായി. നബിതിരുമേനി പറഞ്ഞൊരു ഹദീസ് കൂടെ ഞാൻ അനുസ്മരിക്കുകയാണ്. അവിടുന്ന് പറയുമായിരുന്നു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്. ഇത് സുഹൃത്തുക്കളായ നമ്മുടെ പ്രേക്ഷകർ മുഴുവനും മനസ്സിലാക്കേണ്ട ഒരു നബിതിരുമേനിയുടെ വചനമാണ്. മുഹമ്മദ് നബി പീസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഓഫ് അല്ലാഹ് ബി അപ്പോൺ ഹിം അവർ പറയുമായിരുന്നു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമുള്ള ഏറ്റവും നല്ല കർമ്മം എന്താണ്? നമ്മൾ ചോദിക്കാം, ഇസ്ലാം എന്ന സംസ്കാരവും ഇസ്ലാമിക മതവും പഠിക്കാൻ തുടങ്ങിയാൽ ഒരുപിടി നന്മകൾ പരന്നു കിടക്കുകയാണ്. ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത വിധം വിശാലമാണ് ഇസ്ലാമിക ലോകം. അതിൽ ഏറ്റവും വലിയ കർമ്മം എന്താണെന്നാണ് പഠിപ്പിക്കുന്നത് നബിതിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല കർമ്മം എന്താണ്? പ്രാർത്ഥനയാണോ? നോമ്പെടുക്കലാണോ? വിശുദ്ധ ഖുർആനിന്റെ പാരായണമാണോ? മറ്റെന്തെങ്കിലുമാണോ? എല്ലാം ഇരിക്കട്ടെ, നബിതിരുമേനി പറഞ്ഞു, ഇദ്ഖാലു സുറൂരി അലാ ഖൽബിൽ മുസ്ലിം, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക്, ഒരു മനുഷ്യ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് സന്തോഷം കടത്തിവിടാൻ കഴിയുകയാണെങ്കിൽ, ഒരാൾക്ക് സന്തോഷം കൈമാറാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലുത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനിയും ഒരുപാട് നാൾ ഇതേപോലെ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ സർവശക്തനായ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടിയുടെ സ്പോൺസേഴ്സായ പുനർജീവ ഹെയർ ഓയിൽ, അവർക്ക് അള്ളാഹു അവരുടെ ബിസിനസ്സുകളിൽ, കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്യട്ടെ, അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ നമ്മൾ എല്ലാവർക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.